ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ലുത്തിനിയായിലെ സ്തുതിക്ക് യോഗ്യയായ കന്യകയെ എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. പരിശുദ്ധ മറിയം നിത്യകന്യകയായിരുന്നു. അവൾ കന്യകാത്വത്തിന് ശ്രേഷ്ഠവും ദൈവത്തിന് പ്രീതികരവുമായ ജീവിതമാണ് നയിച്ചത്. കന്യകാ ജീവിതം നയിച്ച് അവൾ ദൈവപ്രീതിക്ക് പാത്രമായി. അവളെ അനുകരിച്ച് അനേകം യുവതികൾ പുണ്യജീവിതം നയിച്ച് എന്ന് നാം കണ്ടുകഴിഞ്ഞു. അക്കാലഘട്ടത്തിൽ കന്യകാത്വം ദേവതകളുടെ ഗുണഗണമായിരുന്നു. അതിനാൽ കന്യകാത്വം സ്വീകരിച്ച മറിയത്തെ ആദിമസഭ പുകഴ്ത്തിയെന്നു മാത്രമല്ല, അവളെ ഉന്നതയായി കാണുകയും പലരും ആ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തു. വിശുദ്ധ ഇരണേവൂസ് പ്രസ്താവിക്കുന്നത് പോലെ, സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും മാനവവംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. അതുകൊണ്ടാണ് അനേകം ആദിമസഭാ പിതാക്കന്മാർ ഉദ്ഘോഷിക്കുന്നത്, ഹവ്വായുടെ ധിക്കാരം മൂലമുണ്ടായ ബന്ധനം അഴിക്കുവാൻ മറിയത്തിൻ്റെ അനുസരണത്തിന് കഴിഞ്ഞു. കന്യകയായ ഹവ്വ അവിശ്വാസം കൊണ്ട് തീർത്ത ബന്ധനത്തെ മറിയം തൻ്റെ വിശ്വാസം കൊണ്ട് അഴിച്ചുകളഞ്ഞു. ഹവ്വായോട് ഉപമിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ അവളെ ജീവിക്കുന്നവരുടെ മാതാവ് എന്ന് പ്രകീർത്തിക്കുന്നു. ഹവ്വായിലൂടെ മരണം, മറിയത്തിലൂടെ ജീവൻ എന്ന് അവൾ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മഹാവല്ലഭ സ്തുതിക്ക് യോഗ്യയായി. ഇപ്രകാരം കന്യകാത്വത്തിൻ്റെ ശ്രേഷ്ഠമായ ജീവിതം നയിച്ചവൾ സ്തുതിക്ക് യോഗ്യയായ കന്യകയായി മാറുകയായിരുന്നു.